ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്വിച്ചിങ് ഡയോഡിനെ കുറിച്ചാണ്. അപ്പം ലാസ്റ്റ് ക്ലാസ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡിനൊക്കെ കുറിച്ച് പഠിച്ചു. അതേപോലെ വരുന്നൊരു ഡയോഡാണ് സ്വിച്ചിങ് ഡയോഡ്. അപ്പം സ്വിച്ചിങ് ഡയോഡ് പഠിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡയോഡിൻ്റെ സ്വിച്ചിങ് ടൈമിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം സ്വിച്ചിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പാർട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിന് നമുക്ക് ടേൺ ഓൺ ടൈമും സെക്കൻഡ് പാർട്ടിന് റിവേഴ്സ് റിക്കവറി ടൈം എന്നുമാണ് വിളിക്കാം. സ്വിച്ചിങ് ടൈമിന് രണ്ട് പോർഷനാണുള്ളത്, ടേൺ ഓൺ ടൈമും റിവേഴ്സ് റിക്കവറി ടൈമും. ഈ ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് ഓഫിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് എത്താനെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേൺ ഓൺ ടൈം. ഇപ്പം സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക, എന്ന് വെച്ചാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഇനി സ്വിച്ച് ഓൺ ആയിരിക്കുന്ന കേസിൽ എന്ന് പറയുമ്പം അവിടുത്തെ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടേൺ ഓൺ ടൈം എന്ന് വിളിക്കുക. ഇനി ടേൺ ഓണിൽ നിന്ന് ടേൺ ഓഫ് ആവാൻ, ഇപ്പം ഡയോഡ് ഓൺ ആയിരിക്കുന്നൊരു സ്റ്റേജാണ്, അതിൽ നിന്ന് അത് ഓഫ് ആവാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ടൈമിൻ്റെ സമ്മിനെയാണ് നമ്മൾ സ്വിച്ചിങ് ടൈം എന്ന് വിളിക്കുന്നത്. ഇനി ഈ സ്വിച്ചിങ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ മാറ്റം വരും. ഇപ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് പ്രോപ്പർട്ടീസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫാസ്റ്റായിട്ട് സ്വിച്ചിങ് ആക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കുറച്ചേ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ കാരിയേഴ്സിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നതും കുറവായിരിക്കും. ഒന്നുകിൽ അതിൻ്റെ ചാർജ് കാരിയേഴ്സ് ഇൻ ന്യൂട്രൽ റീജിയൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാരിയർ ലൈഫ് ടൈം കുറവായിരിക്കും. ഇനി ചില കേസിൽ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഒരു ഫാസ്റ്റ് സ്വിച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഡയോഡിൻ്റെ അകത്ത് നടക്കുന്ന ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിലുണ്ടാവുന്ന ചാർജ് ഇൻ ന്യൂട്രൽ റീജിയൻസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കരിയർ ലൈഫ് ടൈം കുറവായിരിക്കും. അല്ലാത്ത ചില കേസുകൾ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പം സ്വിച്ചിങ് ടൈം എന്ന് പറയുമ്പം സം ഓഫ് ടേൺ ഓൺ ടൈം ആൻഡ് റിവേഴ്സ് റിക്കവറി ടൈമിനാണ് സ്വിച്ചിങ് ടൈം എന്ന് പറയാം. ഇനി നമുക്ക് റിവേഴ്സ് റിക്കവറി ടൈം ഒന്ന് നോക്കാം. കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വിച്ചിങ് ഡയോഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിവേഴ്സ് റിക്കവറി ടൈം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുന്നത്. അപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം നമ്മൾ പറഞ്ഞു, ഓൺ ആയിരിക്കുന്ന ഡയോഡ് ഓഫ് ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ റിവേഴ്സ് റിക്കവറി ടൈമിൻ്റെ. ഇപ്പോൾ ഡയോഡ് ഓൺ ആയിട്ടിരിക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ സഡൻലി റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കണം. റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഓഫ് ആവണം. എന്നുവെച്ചാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് 0 ആയിരിക്കണം. ഡയോഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് അത് ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, മീൻസ് അതിലൂടെ ഫുൾ എമൗണ്ട് കറൻറ്റ് അതിലൂടെ പാസ് ചെയ്യണം. ഡയോഡ് ഓഫ് ആവുക എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ബയാസിങ് നടത്തുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഇപ്പം ഡയോഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം അവിടെ നമ്മൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് പി ടൈപ്പ് മെറ്റീരിയലിൽ നിന്ന് എന്നിലേക്ക് ഹോൾസ് മൂവ് ചെയ്യും, അതേപോലെ എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പി മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് കാരണം അവിടെ റീകോമ്പിനേഷൻ നടക്കും, അവിടെ ചാർജ് സ്റ്റോറേജ് നടക്കുന്നുണ്ട് ആ റീജിയൻ. ഇനി ഇതേ മെജോറിറ്റി കാരിയേഴ്സ് തന്നെ മെറ്റീരിയലിൽ എത്തുമ്പം എന്തുണ്ടായിരിക്കും, മൈനോറിറ്റി കാരിയറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ചാർജ് സ്റ്റോറേജ് കുറച്ചൊരു സമയം അവിടെ നടക്കും, ഒരു പെർട്ടിക്കുലർ ടൈം. ആ ചാർജ് സ്റ്റോറേജ് ഇപ്പം ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ് നടന്ന് അത് ഓപ്പോസിറ്റ് സൈഡിലെത്തി അവിടെ കുറച്ച് സമയം അത് എക്സിസ്റ്റ് ചെയ്യും. അത്രയും നിൽക്കുന്ന ആ സമയത്തിനാണ് നമ്മൾ സ്റ്റോറേജ് ടൈം എന്ന് വിളിക്കുന്നത്. സ്റ്റോറേജ് ടൈം TS എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പം അതിന് തിരിച്ച് ആ പഴയൊരു സ്റ്റേജിലേക്ക് എത്താൻ സഡൻ ചേഞ്ച് പോസിബിൾ അല്ല. അപ്പം കുറച്ചൊരു സമയം ആ ഒരു സ്റ്റേജിൽ തന്നെ അത് നിൽക്കും. ആ ടൈമിനെയാണ് നമ്മൾ സ്റ്റോറേജ് ടൈം എന്ന് പറയുക. ആ സ്റ്റോറേജ് ടൈം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യും, മെജോറിറ്റി കാരിയേഴ്സായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും.
അതിനെടുക്കുന്ന സമയത്തിനാണ് നമ്മൾ റിക്കവറി ടൈം എന്ന് വിളിക്കുന്നത്. റിക്കവറി ടൈം എന്ന് പറയുമ്പം അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റിക്കവർ ചെയ്തെടുക്കുന്ന സമയമാണ് റിക്കവറി ടൈം. അപ്പം ആ റിക്കവറി ടൈമിന് നമുക്ക് TR എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം ഈ സ്റ്റോറേജ് ടൈം പ്ലസ് റിക്കവറി ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം ഈസ് ദ സം ഓഫ് സ്റ്റോറേജ് ടൈം ആൻഡ് ട്രാൻസിഷൻ ഇൻ്റർവെൽ, അല്ലെങ്കിൽ ആ റിക്കവറി ടൈം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇൻ ഫോർവേഡ് ബയാസ് ഇലക്ട്രോൺ ഫ്രം എൻ ടൈപ്പ് മെറ്റീരിയൽ മൂവ് ടുവാർഡ്സ് പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് ഹോൾസ് ഫ്രം പി ടൈപ്പ് മെറ്റീരിയൽ മൂവ്സ് ടുവാർഡ്സ് എൻ ടൈപ്പ് മെറ്റീരിയൽ. ഇറ്റ് എസ്റ്റാബ്ലിഷ് ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ഈച്ച് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞിരുന്നു, അത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് മെറ്റീരിയൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡയോഡ് ചേഞ്ചസ് ഫ്രം കണ്ടക്ഷൻ ടു നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ്. ഇനി ഇവിടുത്തെ ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഇത് കറൻറ്റ് റിവേഴ്സ് ചെയ്യും, പക്ഷേ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യും? ആ ടൈമിൽ തന്നെ അത് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോറേജ് ടൈം എന്ന്. ഇനി സ്റ്റോറേജ് ടൈം ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ മൈനോറിറ്റി കാരിയേഴ്സ് ടു റിട്ടേൺ ടു ദ മെജോറിറ്റി കാരിയർ സ്റ്റേറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് മെറ്റീരിയൽ. ഇനി സ്റ്റോറേജ് ഫേസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ കറൻറ്റ് വിൽ റെഡ്യൂസ് ഇൻ ലെവൽ ടു ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ്. ഇവിടെ നോക്കി നമുക്ക് അറിയാൻ പറ്റും, TS എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കുന്നത്? കറൻറ്റ് അവിടെ റെഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് അതിന് നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക്. നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കറൻറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അതിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ കറൻറ്റ് വിൽ റെഡ്യൂസ് ഇൻ ലെവൽ ടു ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ്. ദിസ് പീരിയഡ് ഈസ് കോൾഡ് ട്രാൻസിഷൻ ഇൻ്റർവെൽ. Reverse recovery time is the sum of storage time and transition interval, that is TRR. റിവേഴ്സ് റിക്കവറി ടൈമിന് നമുക്ക് T സബ്സ്ക്രിപ്റ്റിൽ RR എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. സ്റ്റോറേജ് ടൈമിന് T സബ്സ്ക്രിപ്റ്റിൽ S പ്ലസ് ട്രാൻസിഷൻ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ T സബ്സ്ക്രിപ്റ്റിൽ T. അപ്പോൾ TRR = TS + TT. ഇനി നമുക്ക് സ്വിച്ചിങ് ഡയോഡ് നോക്കാം. സ്വിച്ചിങ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡാണ്. അതെന്ന് പറയുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ഫോർ സ്വിച്ചിങ് ഫംഗ്ഷൻ. സ്വിച്ചിങ് ഡയോഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്വിച്ചിങ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത് ഷോർട്ടാണ് കമ്പയർഡ് ടു അതർ ഡയോഡ്സ്. നമ്മൾ നോർമൽ PN ജംഗ്ഷൻ ഡയോഡിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. റിവേഴ്സ് റിക്കവറി ടൈം നമ്മളിവിടെ കണ്ടു. റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ടൈം പ്ലസ് ട്രാൻസിഷൻ ഇൻ്റർവെൽ. അത് അതിനെ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അതെന്താണ്? കമ്പയർഡ് ടു അതർ ഡയോഡ്സ് കുറവാണ്, വളരെ ചെറിയ വാല്യൂ ആണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ചിങ് ഡയോഡിൽ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ ടൈം ദാറ്റ് ദ സ്വിച്ചിങ് ഡയോഡ് ടേക്ക് ഫ്രം ഓൺ സ്റ്റേറ്റ് ടു ഓഫ് സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയുക? റിവേഴ്സ് റിക്കവറി ടൈം എന്ന് വിളിക്കുന്നത്. സ്വിച്ചിങ് ഡയോഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് 2AK 2DK അതേപോലെ തന്നെ മറ്റ് സീരീസുകളിലും സ്വിച്ചിങ് ഡയോഡ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡയോഡ്സാണ്. സ്വിച്ചിങ് ഡയോഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ്, കാരണം അതിൻ്റെ റിവേഴ്സ് റിക്കവറി ടൈം കുറവാണ്. പിന്നെ സ്മോൾ സൈസാണ്, ലോങ് ലൈഫാണ്, ഹൈ റിലയബിലിറ്റി ഒക്കെ എന്തിൻ്റെയാണ്? സ്വിച്ചിങ് സ്പീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് ഡയോഡിന് കുറവാണെന്ന് പറഞ്ഞു. സാധാ കേസിൽ ടേൺ ഓൺ ടൈമിനേക്കാളും കൂടുതലാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ റിവേഴ്സ് റിക്കവറി ടൈം കുറവാണ്. അപ്പം റിവേഴ്സ് റിക്കവറി ടൈം കൂടുതലാവുന്ന കേസ് നമുക്കതിന് സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം റിവേഴ്സ് റിക്കവറി ടൈം നമ്മൾ സ്വിച്ചിങ് ഡയോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്, ഓപ്പറേറ്റിംഗ് പാരാമീറ്ററാണ്. ഇവിടെ സ്വിച്ചിങ് ഡയോഡിൽ സിലിക്കൺ സ്വിച്ചിങ് ഡയോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂ നാനോ സെക്കൻഡ് റേഞ്ചിലാണ് റിവേഴ്സ് റിക്കവറി ടൈം വരുന്നത്. ജർമേനിയം സ്വിച്ചിങ് ഡയോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂ 100 നാനോ സെക്കൻഡ് റേഞ്ചിലാണ് അതിൻ്റെ റിവേഴ്സ് റിക്കവറി ടൈം വരുന്നത്.
ഇനി സ്വിച്ചിങ് സ്പീഡ് ഓഫ് എ ഡയോഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് എഫിഷ്യൻറ്റ് റീകോമ്പിനേഷൻ സെൻറ്റേഴ്സ് ടു ബൾക്ക് മെറ്റീരിയൽ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സ്വിച്ചിങ് ഡയോഡിൽ അതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് കൂടുതലാണ്, മീൻസ് റിവേഴ്സ് റിക്കവറി ടൈം കുറവാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് കൂടാൻ കാരണം റിവേഴ്സ് റിക്കവറി ടൈം കുറയുന്നുണ്ടാണ്. അപ്പോൾ സ്വിച്ചിങ് സ്പീഡ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് പ്രോപ്പർ ഡോപ്പിംഗ് നടത്തിയാൽ മതി. അപ്പം അതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീകോമ്പിനേഷൻ എലമെൻറ്റ്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മെറ്റീരിയലിലേക്ക്. ഇപ്പം സപ്പോസ് സിലിക്കൺ ഡയോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഡോപ്പിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്വിച്ചിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ സിലിക്കൺ ഡയോഡ്സ് ഗോൾഡ് ഡോപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഇതെന്ത് ചെയ്യും, ഇങ്ങനെ സിലിക്കണിലേക്ക് ഗോൾഡ് ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈഫ് ടൈം റെഡ്യൂസ് ചെയ്യും. ലൈഫ് ടൈം റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുന്നത്, സ്റ്റോറേജ് ഡിലേ ടൈമും കുറയുന്നുണ്ട്. അപ്പം എന്ത് നടക്കും, അതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സ്റ്റോറേജ് ചെയ്യുന്ന ആ ടൈമും കുറഞ്ഞു, അതേപോലെ തന്നെ ലൈഫ് ടൈമും അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വിച്ചിങ് സ്പീഡാണല്ലോ ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡയോഡിലേക്ക് ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഡയോഡ് എന്തായിരിക്കും, ഓൺ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ മാക്സിമം കറണ്ട് പാസസ് ത്രൂ ദ ഡയോഡ്. ഇനി റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ സ്വിച്ചിങ് ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, ഡയോഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പം അത് നമുക്ക് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡയോഡ് എന്താണ് അവിടെ ഓഫ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇനി സ്വിച്ചിങ് ഡയോഡ് യൂസസ് ദിസ് ഫീച്ചർ, ഈ രണ്ട് ഫീച്ചർ മീൻസ് ഓൺ ആയിരിക്കുന്ന സമയത്ത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുക, അതേപോലെ തന്നെ ഓഫ് ആകുമ്പം 0 കറണ്ട് ഫ്ലോ ചെയ്യുക. ഈ ഫീച്ചറിനെയാണ് നമ്മൾ എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്, സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫാസ്റ്റർ സ്വിച്ചിങ് സ്പീഡ്, സ്മോളർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഓഫ് ദ PN ജംഗ്ഷൻ, സ്മോളർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡ്യൂറിങ് കണ്ടക്ഷൻ ആൻഡ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് വെൻ ഓഫ്. നോക്കിയേ, ബെറ്റർ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ച് അച്ചീവ് ചെയ്യാം. പിന്നെ പറയുന്നതാണ് ഫാസ്റ്റർ സ്വിച്ചിങ് സ്പീഡ്. സ്വിച്ചിങ് സ്പീഡ് ഫാസ്റ്റർ ആവുന്ന എപ്പോഴാണ്, അതിൻ്റെ ലൈഫ് ടൈം കുറയുമ്പോഴും, അതേപോലെ തന്നെ സ്വിച്ചിങ് സ്റ്റോറേജ് ടൈമൊക്കെ കുറയുന്ന സമയത്ത് സ്വിച്ചിങ് സ്പീഡ് കൂടും. അതേപോലെ തന്നെ സ്മോളർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഓഫ് ദ PN ജംഗ്ഷൻ. ഇവിടെ എന്താ നടക്കുന്നത്, PN ജംഗ്ഷനിലുള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസ് കുറയുന്നുണ്ട്. അപ്പം ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അവിടെ കുറഞ്ഞു. പിന്നെ സ്മോളർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡ്യൂറിങ് കണ്ടക്ഷൻ, നമ്മൾ പറഞ്ഞു ഓൺ സ്റ്റേറ്റിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്, സ്മോളറാണ്. അപ്പോൾ സ്മോളർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡ്യൂറിങ് കണ്ടക്ഷൻ ആൻഡ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ഡ്യൂറിങ് ഡയോഡ് ഓഫ്. ഇനി ടൈപ്സ് ഓഫ് സ്വിച്ചിങ് ഡയോഡ്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്വിച്ചിങ് ഡയോഡ്സ് ആണ് ഓർഡിനറി സ്വിച്ചിങ് ഡയോഡ്, ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡയോഡ്, അൾട്രാ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡയോഡ്, ലോ പവർ സ്വിച്ചിങ് ഡയോഡ്, ഹൈ ബാക്ക് പ്രഷർ സ്വിച്ചിങ് ഡയോഡ്, സിലിക്കൺ വോൾട്ടേജ് സ്വിച്ചിങ് ഡയോഡ്സ്. അപ്പോൾ ഇത്രയും ടൈപ്സ് സ്വിച്ചിങ് ഡയോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡയോഡ്സ് ഒക്കെ നമ്മൾ മൈക്രോവേവ് അപ്ലിക്കേഷൻസിന്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അൾട്രാ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡയോഡ്സ് ഒക്കെ. ദെൻ അപ്ലിക്കേഷൻസ്, ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്വിച്ചിങ് സർക്യൂട്ട്സ്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ചിങ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിറ്റക്ഷൻ സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈ ഫ്രീക്വൻസി ആൻഡ് പൾസ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ട്സ്, ദെൻ ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ദെൻ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ SMPSനകത്ത് മീൻസ് റെക്ടിഫയർ ഒക്കെ ആയിട്ട് SMPSനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത്രയും അപ്ലിക്കേഷൻസ്. ഇനിയും അപ്ലിക്കേഷൻസിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതിന് വരുന്നത്, സ്വിച്ചിങ് ഡയോഡിന് വരുന്നത്. അപ്പം സ്വിച്ചിങ് ഡയോഡ് പഠിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം ഏത് നോക്കി, സ്വിച്ചിങ് ടൈം നോക്കി. സ്വിച്ചിങ് ടൈം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് 2 ടൈം വരുന്നുണ്ട്, ടേൺ ഓൺ ടൈമും റിവേഴ്സ് റിക്കവറി ടൈമും. ടേൺ ഓൺ ടൈം എന്ന് പറയുമ്പം ഡയോഡ് ഓൺ ആവാനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടേൺ ഓൺ ടൈം എന്ന് പറയുന്നത്. റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണിൽ നിന്ന് ഓഫിലേക്ക് ആവാനെടുക്കുന്ന സമയത്തിനാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിൻ്റെയും സമ്മിനെയാണ് നമ്മൾ സ്വിച്ചിങ് ടൈം എന്ന് വിളിക്കാം. ഇനി റിവേഴ്സ് റിക്കവറി ടൈമാണ് ഒരു സാധാ ഡയോഡിൻ്റെ കേസിൽ ഗ്രേറ്റർ ടേൺ ഓൺ ടൈമിനെ കമ്പയർ ചെയ്യുമ്പം. ഇനി സ്വിച്ചിങ് പ്രോപ്പർട്ടീസ്, ഇപ്പം സ്വിച്ചിങ് നമ്മുടെ പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കരിയറിൻ്റെ ചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. മാത്രമല്ല അവിടുത്തെ കരിയർ ഷോർട്ട് ലൈഫ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കാം.
പിന്നെ നടക്കുന്നത് റിവേഴ്സ് റിക്കവറി ടൈം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഫോർവേഡ് ബയാസിങ് നടത്തുന്ന സമയത്ത് എൻ ടൈപ്പ് മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസ് പി മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യും, പി ടൈപ്പ് മെറ്റീരിയലിൽ നിന്ന് ഹോൾസ് എൻ ടൈപ്പിലേക്ക് മൂവ് ചെയ്യും. ഇതെന്ത് ചെയ്യും? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ റിവേഴ്സ് ബയാസിങ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡയോഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിൽ നിന്ന് നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് അതെന്ത് ചെയ്യും? കറൻറ്റ് റിവേഴ്സ് ചെയ്യും. പക്ഷേ കുറച്ചൊരു സമയത്തേക്ക് അതവിടെ ആ ചാർജിൽ തന്നെ അത് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ സ്റ്റോറേജ് ടൈം എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റോറേജ് ടൈം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ മൈനോറിറ്റി കാരിയേഴ്സ് ടു റിട്ടേൺ ടു ദ മെജോറിറ്റി കാരിയർ സ്റ്റേറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് മെറ്റീരിയൽ. ഇനി ഈ സ്റ്റോറേജ് ഫേസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് റെഡ്യൂസസ് ടു ദ നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ്. നോൺ കണ്ടക്ഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ ഇൻ്റർവെൽ എന്ന് വിളിക്കുക. അപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം ഈസ് ദ സം ഓഫ് ദ 2 ഇൻ്റർവെൽ, സ്റ്റോറേജ് ടൈം ആൻഡ് ട്രാൻസിഷൻ ഇൻ്റർവെൽ. ദെൻ നമ്മൾ സ്വിച്ചിങ് ഡയോഡിലേക്ക് വന്നു. സ്വിച്ചിങ് ഡയോഡ് എന്ന് പറയുമ്പം അവിടെ സ്വിച്ചിങ് ഫങ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. സ്വിച്ചിങ് ഫങ്ഷൻ എന്ന് പറയുമ്പം അവിടുത്തെ റിവേഴ്സ് റിക്കവറി ടൈം വെരി സ്മോളാണ് കമ്പയർഡ് ടു അതർ ഡയോഡ്സ്. ഇപ്പം നമ്മൾ മറ്റ് ഡയോഡ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു റിവേഴ്സ് റിക്കവറി ടൈം ഷോർട്ടാണെന്ന് പറഞ്ഞു. റിവേഴ്സ് റിക്കവറി ടൈം ഷോർട്ട് ആവുന്ന സമയത്ത് സ്വിച്ചിങ് ഫാസ്റ്റായിട്ട് നടക്കും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡയോഡ്സ് പറഞ്ഞ് 2AK 2DK എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സീരീസിന് വേറെയും വരുന്നുണ്ട് സ്വിച്ചിങ് ഡയോഡ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്വിച്ചിങ് ഡയോഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ്, സ്മോൾ സൈസാണ്, ലോങ് ലൈഫാണ് ആൻഡ് ഹൈ റിലയബിലിറ്റി. ഇനി റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുമ്പോൾ ടേൺ ഓൺ ടൈമിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ സ്വിച്ചിങ് ഡയോഡിൽ എന്താണ്? റിവേഴ്സ് റിക്കവറി ടൈം കുറവായിരിക്കും. അപ്പം റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പാരാമീറ്ററാണ് നമ്മൾ സ്വിച്ചിങ് ഡയോഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ റിവേഴ്സ് റിക്കവറി ടൈം ഒരു സിലിക്കൺ സ്വിച്ചിങ് ഡയോഡാണെന്നുണ്ടെങ്കിൽ ഫ്യൂ നാനോ സെക്കൻഡും, ജെർമേനിയം സ്വിച്ചിങ് ഡയോഡാണെങ്കിൽ ഫ്യൂ 100 നാനോ സെക്കൻഡും വരുന്നുണ്ട്. ഈ സ്വിച്ചിങ് ഡയോഡിന് നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഡോപ്പിംഗ് നടത്തിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്, ഇപ്പം സിലിക്കൺ ഡയോഡാണെങ്കിൽ ഗോൾഡ് ഡോപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാം. അതെന്ത് ചെയ്യും? ലൈഫ് ടൈമും അതേപോലെ തന്നെ സ്റ്റോറേജ് ഡിലേ ടൈമൊക്കെ റെഡ്യൂസ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഡയോഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഫോർവേഡ് വോൾട്ടേജ് ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പം സ്വിച്ച് എന്തായിരിക്കും? ഓൺ ആയിട്ടിരിക്കും. ആ സമയത്ത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി അതേപോലെ റിവേഴ്സ് ബയാസിങ് നടത്തുന്ന സമയത്ത് ഡയോഡ് എന്താണ്? ഓഫാണ്. ആ കേസിൽ സ്വിച്ച് ഓഫാണ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആണ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സ്വിച്ചിങ് കറണ്ട്. ഇതൊരു ഐഡിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഐഡിയൽ ഡയോഡിലെ കേസ് അതുപോലെ ഏത് വർക്ക് ചെയ്യും? സ്വിച്ചിങ് ഡയോഡ് വർക്ക് ചെയ്യും. അപ്പം ബെറ്റർ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റർ സ്വിച്ചിങ് സ്പീഡാണ്, സ്മോളർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ട്, സ്മോളർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് വെൻ ഓഫ്. അപ്പം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആവുന്ന കണ്ടക്ഷൻ സ്റ്റേറ്റിലും റെസിസ്റ്റൻസ് കൂടുന്നത് ഓഫ് സ്റ്റേറ്റിലുമാണ്. ഇനി ടൈപ്സ് ഓഫ് സ്വിച്ചിങ് ഡയോഡ് പറഞ്ഞു. ഓർഡിനറി സ്വിച്ചിങ് ഡയോഡ്, ഹൈ സ്പീഡ്, അൾട്രാ ഹൈ സ്പീഡ്, ലോ പവർ, ഹൈ ബാക്ക് പ്രഷർ സ്വിച്ചിങ് ഡയോഡ്, സിലിക്കൺ വോൾട്ടേജ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് സ്വിച്ചിങ് ഡയോഡ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു, ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിനകത്ത് വരുന്നുണ്ട്, ഡിറ്റക്ഷൻ സർക്യൂട്ട്സ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ആൻഡ് പൾസ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ട്. റെക്ടിഫിക്കേഷൻ സർക്യൂട്ട്സൊക്കെ നമുക്ക് മെയിൻലി വരുന്നത് നമ്മുടെ പവർ സപ്ലൈ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്ടിഫിക്കേഷൻ നടത്തണം. അപ്പം റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന മെയിൻ വോൾട്ടേജ് എന്ന് പറയുമ്പം ഹൈ വോൾട്ടേജ്. ആ ഹൈ വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഓരോ എക്യുപ്മെൻറ്റിനും വേണ്ട, ഇപ്പോൾ സപ്പോസ് 5 വോൾട്ടാണോ അല്ലെങ്കിൽ 10 വോൾട്ടാണോ അതിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഏത് സർക്യൂട്ട് യൂസ് ചെയ്യും? റെക്ടിഫിക്കേഷൻ സർക്യൂട്ട്സ് യൂസ് ചെയ്യും. റെക്ടിഫിക്കേഷൻ സർക്യൂട്ട് മെയിൻലി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമാണ് കറണ്ടിന് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആൻഡ് പൾസ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡിറ്റക്ഷൻ സർക്യൂട്ട്സ് എന്ന് പറയുമ്പം നമുക്കൊരു സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്വിച്ചിങ് ഡയോഡ്സ് യൂസ് ചെയ്യാം. ദെൻ ഓട്ടോമാറ്റിക് കൺട്രോൾ സർക്യൂട്ട് ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് കൺട്രോളിങ് നമുക്ക് നടത്താൻ പറ്റും. പിന്നെ SMP എന്ന് പറയുമ്പോൾ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതിൻ്റെ അകത്ത് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. റെക്ടിഫയർ എന്ന് പറയുമ്പം വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? SMPSനകത്ത്
സ്വിച്ചിങ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിച്ചിങ് ഡയോഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.